രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയ തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയിയുടെ അവസാന ചിത്രം എന്ന നിലയിൽ വലിയ ഹൈപ്പ് ലഭിച്ച സിനിമയാണ് ദളപതി 69. ഓരോ ദിവസവും ആരാധകർക്ക് വമ്പൻ സർപ്രൈസാണ് ദളപതി 69 സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം അടുത്ത വർഷം ഒക്ടോബറിലാണ് റിലീസ് ചെയ്യുക. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരിക്കും ഇത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ബോളിവുഡ് സൂപ്പർ താരം ബോബി ഡിയോൾ ആണ് വില്ലൻ വേഷത്തിലെത്തുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പൂജ ഹെഗ്ഡെ നായികയാകുന്ന ചിത്രത്തിൽ മലയാളി താരം അമിതാഭ് ബച്ചനും ശ്രദ്ധേയമായ വേഷത്തിൽ എത്തുന്നുണ്ട്. പ്രകാശ് രാജ്, നരേൻ, ഗൗതം മേനോൻ, പ്രിയാമണി എന്നിവരും ദളപതി 69-ലുണ്ട്. ഇപ്പോഴത്തെ കന്നഡ താരം ശിവരാജ് കുമാറും ചിത്രത്തിൽ ഭാഗമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിൽ തനിക്ക് ശ്രദ്ധേയമായ ഒരു വേഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ശിവരാജ് കുമാർ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ഡേറ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ദളപതി 69-ൽ താൻ ഉണ്ടാകുമെന്ന് ശിവരാജ് കുമാർ പറഞ്ഞു. റേഡിയോ മിർച്ചിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിജയുടെ സിനിമയിലെ മനോഹരമായ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ് അവർ എന്നെ സമീപിച്ചത്. പക്ഷേ എന്റെ ഡേറ്റുകൾ കാരണം അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വിജയുടെ അവസാന ചിത്രമാണിതെന്ന് അവർ പറയുന്നു. പക്ഷെ അത് അങ്ങനെയാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തമിഴ് രജനീകാന്തിന്റെ ജയിലർ, ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ എന്നീ ചിത്രങ്ങളിൽ ശിവരാജ് കുമാർ ശ്രദ്ധേയ വേഷങ്ങളിൽ എത്തിയിരുന്നു. ഇതിൽ ജയിലറിലെ വേഷം ശിവരാജ് കുമാറിന് നല്ല കയ്യടി നേടിക്കൊടുത്തിരുന്നു. അനിരുദ്ധാണ് ദളപതി 69-ന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അതേസമയം റെക്കോർഡ് പ്രതിഫലമാണ് ഓരോ താരത്തിനും ഈ ചിത്രത്തിൽ ലഭിക്കുന്നത് എന്നാണ് വിവരം. ബോബി ഡിയോളിന് 5 കോടി രൂപയും അമിതാഭ് ബച്ചന് 1 കോടി രൂപയുമാണ് പ്രതിഫലം. വിജയ്ക്ക് ചിത്രത്തിന് 275 കോടിയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്.